ഹലോ. BB7 എല്ലാവരും കാണുന്നതല്ലേ? ഞാനും കാണുന്നതാണ്. ഞാൻ പൊതുവിൽ അങ്ങനെ പഴയ എപ്പിസോഡ്സൊന്നും പഴയ BB5ഉം 6ഉം ഒന്നും ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് കാണാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. ഞാൻ BB7 ആണിപ്പോൾ പ്രോപ്പറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിയൽ സർവൈവറാണ് ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ റിയൽ സർവൈവറാണ് അനു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. ഈ സീസൺ തുടങ്ങിയ സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് അനു ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കരയുമ്പോൾ അനുമോളെ കാണുമ്പോൾ എന്തിനാ ഈ ഡ്രാമ, ഭയങ്കര ഡ്രാമയ്ക്കൊന്നായിട്ടൊക്കെ തോന്നിയായിരുന്നു. പിന്നെ ഗ്രാജുവലി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡ്രാമയല്ല. പലപ്പോഴും പുള്ളിക്കാരിക്ക് ഇപ്പം ആരെങ്കിലും പുള്ളിക്കാരി തെറ്റിദ്ധരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും വിചാരിക്കണമെന്നും വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ പുള്ളിക്കാരിക്കും കൂടി സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ കൺവിൻസ് ചെയ്യാനായിട്ട് അവരെ പുറകെ നടന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കുക, കരയുക. അത് ആ ഒരു നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള വിഷമം കൊണ്ട് കരഞ്ഞു പോകുന്നതാണ്. ഈ കരച്ചിൽ ഒരിക്കലും ഡ്രാമയല്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു 100 days ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു. ഞാൻ മിക്കവാറും എനിക്ക് ഈ ലൈവ് എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ലൈവ് കാണാറുണ്ട്. അപ്പം നമ്മൾ ലൈവിനകത്ത് കുറേ കാര്യങ്ങൾ കാണുന്നതാണ്. ഇതിനിടയ്ക്ക് എന്തൊക്കെ മാനിപ്പുലേഷൻസ് ആണ് നടക്കണമെന്ന് അറിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്ന ഒരു കണ്ടസ്റ്റൻസ് 2 പേരുണ്ടായിരുന്നു. അതാണ് ആദിലയും നൂറയും. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവരെ. ഇപ്പം ഈ ലാസ്റ്റ് വീക്ക് നമ്മുടെ പഴയ ഔട്ടായി പോയ കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ചു വന്ന് പിന്നെ ഭയങ്കര ഒരു ഫുൾ BB7 ഒരുമാതിരി കീഴ്മേൽ മറിഞ്ഞ പോലത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടും അനുവിൻ്റെ കാര്യത്തിൽ വിഷമമുണ്ട്. അനുവിന് എല്ലാവർക്കും, എൻ്റെ വീട്ടിലൊക്കെ ഇപ്പം സ്റ്റാർ മാജിക്കൊക്കെ കാണുന്ന സമയത്ത് എല്ലാവർക്കും അനുവിനെ ഇഷ്ടമാണ്. അപ്പം തങ്കച്ചൻ ചേട്ടനും അനുവായിട്ടുള്ള ഒരു കോംബോ ഒക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. പിന്നെ അറിയാലോ, അവളുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അനു വളരെ കഷ്ടപ്പെട്ട് വളരെ സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു ലെവലിലോട്ട് എത്തിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഒരു വളരെ മോശം രീതിയിൽ ആൾക്കാരെ കുറിച്ച് പറയുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആദിലേൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു സീനുണ്ടായി. അതായത് എനിക്കിപ്പം ആദില വേറൊരു ഡിസ്ട്രിക്റ്റിൽ വളർന്ന ആളാണ്. ഞാനൊരു ട്രിവാൻഡ്രത്തുകാരിയാണ്. ഓക്കെ, ഞാൻ ട്രിവാൻഡ്രത്തുകാരിയാണ്. അനുമോള് ട്രിവാൻഡ്രത്തുകാരിയാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ TV ഇപ്പോഴും ലൈവ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ BB7ൻ്റെ. അനുമോളും ഞാനും അപ്പം ഞാൻ അതുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തുകാർ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം എന്തെങ്കിലും എനിക്കിപ്പോഴാണ് മനസ്സിലായത് നീ എൻ്റെ കൂടെ നടന്നത് എന്തിനാന്ന്. അങ്ങനെ നമ്മൾ ദേഷ്യം വരുമ്പോൾ ട്രിവാൻഡ്രത്തുകാർ പൊതുവിൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണത്. വേർഡെന്ന് വെച്ചാൽ ആ ഒരു ഫ്രേസ് അങ്ങനെ യൂസ് ചെയ്തു. അപ്പം നമ്മളായാലും എനിക്കിപ്പോഴും മനസ്സിലായത് നീ എന്തിനാണ് നടന്നതെന്ന്. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളവരെ സങ്കടം സഹിക്കാൻ വേണ്ടി വേറെ ഒന്നും കിട്ടാത്തൊറ്റ പേരിൽ പറയാറുണ്ട് പലരും. അപ്പോൾ ആ ഒരു സെൻസിലാണ് അനു പറഞ്ഞത്. ഈ നൂറ ആദില എന്ന് പറഞ്ഞ കാലിക്കട്ടോ മലപ്പുറം അങ്ങനെ എന്തോ അങ്ങോട്ട് വടക്കോട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഈ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും വരുമല്ലോ. അതുകൊണ്ടായിരിക്കാം അവൾ പറഞ്ഞപ്പോൾ ആദില വിചാരിക്കാൻ കാരണം എന്താണ്, ഇതിനകത്ത് ഷാനവാസ് എന്ന് പറയുന്ന ആള് വളരെ മോശമായിട്ട് പറഞ്ഞു കൊടുത്തു. ഒരു മിനിറ്റ്. അതായത് ആദില അങ്ങനത്തെ ഒരു രീതിയിലാണ് അനുവിനെ കുറിച്ച് പറഞ്ഞത്. അതായത് അവളുടെ അനുവിൻ്റെ ഫെയിം കണ്ടിട്ടാണ് പിന്നെ ആദിലയും നൂറയും അവളോട് കൂട്ടുകൂടി എന്നുള്ള രീതിയിലാണ് ആദില എടുത്തത്, ആ ഒരു ടോക്കിനെ എടുത്തത്. പക്ഷെ ശരിക്കും അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെ ഒരു കാര്യം ആ ഒരു ഇതിൽ മീൻ ചെയ്തല്ല ശരിക്കും അനു സംസാരിച്ചത്. നമ്മളിങ്ങനെ നമ്മൾ സാധാരണ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ, ട്രിവാൻഡ്രത്തുകാരുടെ കാര്യമാണ് പറയുന്നത്, നമ്മൾ സാധാരണ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എനിക്കിപ്പോൾ മനസ്സിലായിട്ട് നീ എൻ്റെ കൂടെ എന്തിനാണ് നടന്നതെന്ന്. അനു പ്രത്യേകിച്ചൊരു റീസണൊന്നുമില്ല ശരിക്കും. അപ്പോൾ അനു ആ ഒരു രീതിയിൽ ആണ് അങ്ങനെ പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ആദില എടുക്കുന്ന രീതി, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അത് ഇവർ പറയുന്ന കാര്യങ്ങൾ ആദില എടുക്കുന്ന രീതിയിൽ അത് ടേക്ക് ചെയ്യുന്ന എന്താ പറയുക, റിസീവ് ചെയ്യുന്ന രീതിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ആദിലയുടെ ഒരു ക്യാരക്ടറിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദില പറയുമ്പോൾ ഒരു 10% പറഞ്ഞ കാര്യത്തിന് ചിലപ്പോൾ ഒരു 50% ആക്കി പറയാം. അത് അവളുടെ ആദിലേൻ്റെ ഒരു രീതിയായിരിക്കാം, എനിക്കറിയില്ല. അതോ അവളിങ്ങനെ ഇമാജിൻ ചെയ്തെടുക്കുന്നതാണോന്നും അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ ഒരാളെ ഇപ്പം എന്താ അവൻ്റെ പേര്, നമ്മുടെ അക്ബർ എന്ന് പറയുന്ന ആൾ എനിക്കൊക്കെ പേഴ്സണലി ഒട്ടും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പേഴ്സണൽ വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ BB7 വരുന്നതിന് മുന്നേ അക്ബറിനോട് വലിയ താല്പര്യമില്ല. അത് എന്തിനാണെന്നൊന്നും നമുക്കറിയില്ല.
എനിക്കും അറിയത്തില്ല. സോ അതുകൊണ്ട് പിന്നെ മാത്രമല്ല BB7 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരുതരം ശകുനി ക്യാരക്ടറാണ്. ഇതിനകത്ത് ശകുനി ക്യാരക്ടർ ഉള്ള ആൾക്കാരാണ് ഒന്ന് ഈ അക്ബർ, പിന്നെ ഒരാൾ നമ്മുടെ ഈ അനുവിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടന്ന ശൈത്യ. ഇവരൊക്കെ ഭയങ്കര ശകുനി ക്യാരക്ടറാണ്. അതായത് ഇവരെ നമുക്ക് ഒരിക്കലും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഷാനവാസിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഷാനവാസ് വളരെ മോശം രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് അനുവിൻ്റെ അടുത്ത് അനു പാവം, അനു ഇനി ഈ BB7 നിന്ന് ഇറങ്ങിയതിന് ശേഷം വീട്ടിൽ പോയിരുന്നിട്ട് എപ്പിസോഡ്സ് കാണൂല. അന്ന് അനു റിയലൈസ് ചെയ്യും ഈ ഷാനവാസ് എന്താണെന്ന്. ഷാനവാസ് ഇവളോട് വളരെ ഇതായിട്ട് കാര്യമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അപ്പുറത്ത് പോയിരുന്ന അനുവിനെ കുറ്റം പറയും. എന്ത് മോശം സ്വഭാവമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനത്തെ സ്വഭാവം ഉള്ളത്, ഈ ബാക്ക് ബിച്ചിങ് ചെയ്യാന്ന് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഷാനവാസിനുള്ളത്. അത് ഷാനവാസിനുണ്ട്, ആദിലയ്ക്കുണ്ട്, നോറയ്ക്കുണ്ട്, അക്ബറിനുണ്ട്, ഈ ശൈത്യക്കുണ്ട്. അതേപോലെ ഇതിൽ ഒരു കാര്യമില്ലാതെ എടുത്ത് കിട്ടേക്കുന്ന ഒരു കീടം പോലെ കുറച്ച് ആൾക്കാരുണ്ട് അതിനകത്ത്. അതിൽ ഒരാളെന്ന് പറഞ്ഞാൽ എന്താണ് ആ ചേച്ചിയുടെ പേര്, ശാരികയല്ല സരിക കലാഭവൻ സരിക. അവരെന്തിനാണാവോ ഇപ്പം ആദ്യത്തെ ഇവർ വന്ന സമയത്തുള്ള ഔട്ടാവുന്നതിന് മുന്നേ ഉള്ള ആ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു മണ്ണാങ്കട്ട അതിനകത്ത് ചെയ്യുന്നില്ല. ഇതിനെയൊക്കെ എന്തിനാണ് ഈ BB7 കയറ്റി വിട്ടെന്ന് അറിയത്തില്ല. ഇഷ്ടംപോലെ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ കൊടുക്കായിരുന്നു. ആ ചേച്ചിക്കാണെങ്കിൽ എന്ത് പറയണം ഏത് പറയണം എന്നൊരു വ്യക്തതയില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിടുന്നിട്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും പോയിരിക്കുക, പല കാര്യങ്ങളും സംസാരിക്കുക. അനുവിനെ കുറിച്ച് ഒന്നും കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അക്ബറിനെ കുറിച്ചാലും ഒന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തു. വെറുതെ ഇരുന്നിട്ട് അഭിപ്രായം പറയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ വളരെ മോശം സിറ്റുവേഷനാണ് കേട്ടോ. ബിഗ് ബോസ് ദയവ് ചെയ്ത് ഈ ഔട്ടായി പോയവരെ ഇപ്പോൾ ഈ ലാസ്റ്റ് നിമിഷം കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ അക്ബർ എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഡിസേർവിങ് അല്ല ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് ഫസ്റ്റത്തെ ബിഗ് ബോസ് നോക്കുവാണെങ്കിലും അയാളുടെ പേരെന്താ, സാബു എന്ന് പറഞ്ഞ ആൾക്കും ഫസ്റ്റ് കൊടുത്തതിന് വിന്നറായതിന് യാതൊരു അർഹതയില്ലാത്ത ഒരാളാണ് കേട്ടോ ഈ സാബു എന്ന് പറഞ്ഞ ആൾ. അതുപോലെ കഴിഞ്ഞ സീസണിലുള്ള ജിൻഡോയും ഒരിക്കലും ഡിസേർവിങ് ആയിട്ടുള്ള ആളല്ല. പക്ഷെ ഇപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പലയിടത്തുനിന്നും നമ്മൾ പ്രേക്ഷകരായ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് മിക്കവാറും അക്ബറിന് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നും, മിക്കവാറും അക്ബറിനായിരിക്കാം കൊടുക്കുന്നത് അറിയില്ല. പക്ഷെ അനുവിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അനു അല്ലെങ്കിൽ അനീഷിനെ ഒന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ അനീഷിനെയൊക്കെ ഇപ്പം ഇഷ്ടമാണ്. പക്ഷെ അനീഷ് ലാസ്റ്റ് ടൈമിന് ഇപ്പോഴത്തെ എപ്പിസോഡ്സിൽ ലാസ്റ്റ് ടൈമിന് കാണിച്ചത് അപ്പം അനുവിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഒരു സ്ട്രാറ്റജി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ തന്നെ നിൽക്കാനും കുറച്ച് ലാസ്റ്റ് ടൈമിന് ഔട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും, പക്ഷെ പുള്ളിക്ക് എന്ത് ചെയ്യായിരുന്നു, ഈ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി പോയതിന് ശേഷം, ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം പുറത്ത് വെച്ച് പറയായിരുന്നു. പക്ഷെ ഇവിടെ വെച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നു. അതിനർത്ഥം പുള്ളി അതൊരു സ്ട്രാറ്റജി ആയിട്ട് അത് യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അനീഷിന് അറിയാം അവൾ ഇത്രയും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് അനു ഒരിക്കലും ഉടനെ ചടിയേറി ശരി ചേട്ടാ ഞാനും കല്യാണം കഴിക്കാമെന്ന് ഒരിക്കലും അനു പറയില്ല. അത് അനീഷിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പല സ്ട്രാറ്റജികളും. ഒന്നാമത് അനീഷ് ഈസ് എ ഗുഡ് ഗെയിമറാണ് ആള്. അപ്പോൾ ഇപ്പം നടന്നത് ഒരു സ്ട്രാറ്റജി തന്നെയാണ്. ഈ പ്രപ്പോസൽ എന്ന് പറയുന്ന കാര്യം പുള്ളിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത ആൾക്കാരെ കൊണ്ട് അയ്യോ പാവം അനീഷിനെ കൊണ്ട് കുറേ പറ്റിച്ചു, തങ്കച്ചനെ പറ്റിച്ചു, കുറേ നമ്മൾ ഡയലോഗ് കുറേ കമൻറ്റ്സ് കണ്ടില്ലേ, തങ്കച്ചനെ കുറേ എന്തോന്ന് സ്റ്റാർ മാജിക്കിനകത്ത് കാണിക്കുന്ന പോലെ ഇതിനകത്ത് വന്നിടത്ത് കാണിച്ച് പാവം അനീഷ്. അപ്പം അനീഷിന് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കാർഡ് കിട്ടി. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അനീഷ് അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അനീഷും അത്ര ഇതൊന്നുമല്ല, കുറേയൊക്കെ ഫേക്കൊക്കെയാണ്. നമ്മൾ കുറേ കണ്ടതാണ്, കുറേ കള്ളങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ ഈ ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആൾക്കാരുടെ ഒരുപാട് ചീത്തയും ഇതിനകത്ത് കേട്ടോ. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കുട്ടിയാണ് അനു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ എനിക്കും തോന്നിയായിരുന്നു ഡ്രാമ ക്യൂനാണെന്ന്, പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. നമ്മൾ ഗ്രാജുവലി നമ്മളിങ്ങനെ കണ്ടു വരുമ്പോൾ നമ്മൾ ആസ് എ ഒരു വ്യൂവർ എന്ന രീതിയിൽ നമ്മൾ പറയുവാണെങ്കിൽ കുറേ ഇങ്ങനെ കണ്ടു വന്നപ്പോഴാണ് ശരിക്കും അതല്ല കാര്യം. പുള്ളിക്കാരി അങ്ങനെയല്ല. പുള്ളിക്കാരിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയെ കുറിച്ച് എന്തെങ്കിലും അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാണ്ട് അവരെ പുറകെ നടന്ന് അതിങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ശരിക്കും പറഞ്ഞാൽ
നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവരുടെ ഒന്നും പുറകെ പോയത്. ഇപ്പോൾ എൻ്റെയും ജീവിതാനുഭവം കൊണ്ട് പറയാം, ഇങ്ങനെ നമ്മളെക്കുറിച്ച് പറയുന്ന ആൾക്കാരുടെ പുറകെ നടന്ന് നമ്മൾ ഇതിൻ്റെ ആവശ്യം ഇല്ല, അങ്ങനെ പറയേണ്ട ആവശ്യമേ ഇല്ല, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ശൈത്യ എന്ന് പറയുന്ന ഒരു ആള് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. തീരെ ഇഷ്ടമല്ല വെച്ചാൽ വളരെ വൃത്തികെട്ട ഒരു സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ വൃത്തികെട്ട സ്വഭാവം ഒട്ടും, അതായത് സിറ്റുവേഷനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക, അയ്യോ ഞാൻ ഭയങ്കര, അയ്യോ നീ കുഴപ്പമില്ല, കരയേണ്ട, വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു ഇതാക്കുന്ന ഒരാളാണ്. അതായത് നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ്. ഇത് അവളോട് സംസാരിക്കുന്നവർക്കും തോന്നും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ആളാണ് ശൈത്യ എന്ന്. പക്ഷേ ശൈത്യ അങ്ങനെയല്ല. ശൈത്യ വളരെ ക്ലവറാണ്, അതായത് ഇൻ്റലിജൻ്റ് അല്ല, വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ശൈത്യ. അപ്പം അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇതിനകത്ത് കളിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഉള്ളവർക്ക്. പിന്നെ പി ആറിൻ്റെ കാര്യം, ഞാൻ എസ്പെഷ്യലി പി ആറിൻ്റെ കാര്യം, ഈ പി ആർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. ഈ പി ആർ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യുമല്ലോ, അതിനെയാണ് പി ആർ എന്ന് പറയുന്നത്. അപ്പോൾ അനു പി ആർ കൊടുത്തിട്ടില്ല എന്ന് ആദ്യം, ഇതിപ്പോൾ ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ അനു ആ സമയത്ത് അന്ന് കുറേ നാൾ മുന്നേ നമ്മുടെ ബിന്നി അതിനെടുത്ത്, ബിന്നിയും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു ക്യാരക്ടറാണ്, ബിന്നി എടുത്തിട്ട സമയത്ത് അനു ഇങ്ങനെ ആകെ ഇങ്ങനെ പകച്ച് നിൽക്കണം. ഈശോ ഞാൻ ഇവളോട് എപ്പോഴാണ് പറഞ്ഞെന്നുള്ളൊരു ഓർമ്മയില്ല പുള്ളിക്കാരിക്ക്. സ്റ്റാർട്ടിങ്ങിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു പൊട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അനുവിനെ കുറിച്ച് പറയണ ഒരു പൊട്ടി പെണ്ണ കേട്ടോ, പൊട്ടിയാണ് ശരിക്കും. ആസ് എ പേഴ്സൺ അവളുടെ ബാക്കി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വീട് വെച്ചതായാലും ലോൺ എടുത്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളിക്കാരി ഒരു ഭയങ്കര ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം അനുവിൻ്റെ കാര്യത്തിൽ ഒരുപാട് വിഷമമുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി എല്ലാവരും കൂടെ ഇങ്ങനെ കൂട്ടിയിട്ട് അങ്ങ് ആക്രമിക്കുകയാണ് പല സൈഡിൽ നിന്നും. 25 പേരും അല്ലെങ്കിൽ 24 പേരും ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ആക്രമിക്കുന്നത്. എന്താണ് സത്യാവസ്ഥ ഒന്നും ആരും അറിയുന്നില്ല. എന്നിട്ടും പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരാൾ പറയുമ്പോൾ തന്നെ അത് വിശ്വസിക്കുന്നു, ആൾക്കാർ കേൾക്കുന്നു, അവൾ അങ്ങനത്തെ ഉള്ളതാണ് ഇങ്ങനത്തെ ഉള്ളതാണ്. അക്ബറിനെ കണ്ടില്ലേ, ആദില അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങ് വിശ്വസിച്ചിട്ട് അക്ബർ ഓക്കെ അവളുടെ കൂട്ടുകാരിയാണല്ലോ പറഞ്ഞു. ആദില പലപ്പോഴും ഒരാൾ പറയുന്ന രീതി എടുക്കുന്നത് വേറെ രീതിയിലാണ്. ആദില ഇനിയിപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ സാധ്യത ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. ആസ് എ വ്യൂവർ അവൾ കാണാൻ സാധ്യത ഉണ്ടെന്ന് അറിയത്തില്ല. എങ്കിലും പറയാം, ആദില നിങ്ങൾ എടുക്കുന്ന രീതി ഉണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ മനസ്സിലോട്ട് എടുക്കുന്ന രീതി വളരെ മോശമായിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്, വളരെ മോശമായിട്ടാണ് കേൾക്കുന്നതും. ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ പറയുന്നതൊന്ന്, ആദില കേൾക്കുന്നതൊന്ന്, ആദില എടുക്കുന്നതൊന്ന്. അത് തന്നെയാണ് ആദില നൂറയ്ക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നൂറയ്ക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ, ആദില പറഞ്ഞു കൊടുക്കുമ്പോൾ ഓഫ്കോഴ്സ് നൂറയും ആ ഒരു കാറ്റഗറിയിലോട്ട് വരുമല്ലോ. അപ്പം എന്തിനാണത് ഒരാൾ പറയുന്നത് ഇപ്പം ഇങ്ങനെയാണ് കേട്ടാ അപ്പോൾ അവളന്ന്, ഞാനിപ്പം അന്ന് ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ അനു ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്ന സമയത്ത്, അതായത് അനീഷ് പ്രപ്പോസലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദിലയും നൂറയും ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പം നീ ഇപ്പോഴും വിശ്വസിക്കുന്നത് നീ അങ്ങനെ നമ്മളങ്ങനെ ചെയ്തു എന്നാണ്, നമ്മൾ അങ്ങനെ എന്താണ് ആ ഒരു രീതിയിലാണെന്ന് വെച്ചപ്പം പുള്ളിക്കാരി പറഞ്ഞ് ഞാൻ അപ്പോഴങ്ങനെയാണ് വിചാരിച്ചത്, എനിക്ക് അങ്ങനെ തോന്നിയത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അനു വെള്ളം കുടിക്കാനായിട്ട് കിച്ചണിലോട്ട് പോയപ്പോൾ അതിൽ പറയുന്നത് കണ്ടുപിടി അവൾ ഇപ്പോഴും നമ്മളെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്കാരി അനു അങ്ങനെയല്ല പറയുന്നത്. വളരെ മോശമാണ് കേട്ടോ അതിൽ, വളരെ മോശമാണ്. മനുഷ്യന്മാരെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരിക്കലും അനുവിൻ്റെ ഫാനോ ഒന്നുമല്ല. ഞാനൊരു നോർമൽ പേഴ്സണാണ്. ഞാൻ പൊതുവിൽ ബിഗ് ബോസ് ഒന്നും അങ്ങനെ കാണാതിരുന്ന ഒരാളാണ്. ഞാൻ ഇത്തവണത്തെ ബിഗ് ബോസാണ് ശരിക്കും കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ പേര് എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത ആ കുട്ടിയെ ഇപ്പം ഏകദേശം. പിന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ അവൾ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ എല്ലാവരും വന്ന് അന്ന് ഔട്ടായി പോയ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തത്. അപ്പോൾ ശൈത്യ വിചാരിക്കുന്നു ഇവളെക്കുറിച്ച് ഇങ്ങനെ ബാഡായിട്ടുള്ള ഇമേജുകളൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, അവൾക്ക് വോട്ട് കിട്ടില്ല, അവൾ ജയിക്കില്ലാന്ന്. പക്ഷേ ഇപ്പോൾ ശൈത്യ ചെയ്തത് ഓപ്പോസിറ്റ് ആയിരിക്കുകയാണ്. എന്താണ്, ഇപ്പോൾ എല്ലാവരും അനുവിന് സപ്പോർട്ടുണ്ട്. അതും ശൈത്യ മനസ്സിലാക്കുക. ശൈത്യ ചെയ്തത് ഒരാളെ നശിപ്പിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് ശൈത്യ ചെയ്തത്. ശൈത്യ അത്ര ശരിയൊന്നുമല്ല കേട്ടോ. ശൈത്യ നേരത്തെ ഒരു റിയാലിറ്റി ഷോയിലും ഇതുപോലെ ശൈത്യയുടെ അമ്മ ഇറങ്ങിപ്പോൾ, അമ്മയും ശൈത്യയും കൂടെ 5th പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയൊരു വ്യക്തിയാണ് ഈ ശൈത്യ എന്ന് പറയുന്നത്. ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു വ്യക്തിയാണ്.
അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരി നമ്മളാരും കണക്കിലെടുക്കുന്നില്ല. ഇങ്ങനെ ഒരു ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നേ വിചാരിക്കുന്നില്ല. അത്രയ്ക്കും ഇഷ്ടമല്ല ചൈത്യന്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും എനിക്ക് അനുവിനോട് അഗാധമായ സ്നേഹമൊന്നും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനൊരു ന്യായം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അക്ബറിനെ കുറിച്ച് ആരെങ്കിലും പറയുമോ, എടി നീ ഇത്രയും പ്രശ്നങ്ങൾ, അതായത് ഒരുപാട് അലിഗേഷൻസ് അനുവിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അനു ഇതിന് വേണ്ടിയിട്ട് പല തവണ കരഞ്ഞതാണ്. അപ്പോൾ ഇത്രയും അലിഗേഷൻസ് വരുന്ന സമയത്ത് അനു ഒരിക്കലും എടി ഞാൻ ഇത് മറ്റേ എൻ്റെ PR നമ്പറാണ്, ഈ PR നീ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ PR വിളിച്ചിട്ട് അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറയണം എന്ന് ആരെങ്കിലും വിളിച്ച് പറയുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന അനു പറയുമോ? എനിക്ക് തോന്നുന്നില്ല. അവൾ അത്ര പൊട്ടിയൊന്നുമല്ല. അതായത് ഇത്രയും അലിഗേഷൻസും ഇത്രയും കാര്യങ്ങൾ സർവൈവ് ചെയ്ത ഒരു കുട്ടി ഒരിക്കലും ആ ഒരു സമയത്ത് അങ്ങനെ പറയില്ല. ഇപ്പം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുള്ളൂ, ഇത്രയൊക്കെ റിയൽ സർവൈവർ അവൾ തന്നെയാണ്, അനു തന്നെയാണ്. അനുവിന് തന്നെയാണ് ഇപ്പം കപ്പ് കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അർഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു സർവൈവൽ ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ സർവൈവൽ പ്ലാറ്റ്ഫോമിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തിട്ടുള്ളത് അനുവാണ്. പിന്നെ അക്ബർ കുറെ സർവൈവലിന്റെ സ്റ്റോറി ഇടയ്ക്ക് എന്തോ ആയിരുന്നു അഭിനയം. അക്ബർ പറയുവാണ്, അയ്യോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പോഴും അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. എന്താ അറിയോ, അക്ബർ പറയുവാണ് ഇരുന്നുകൊണ്ട്, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് പാട്ടുപാടിയില്ലേ ജീവിക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക്, അതായത് ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനെന്ത് ചെയ്യും, എൻ്റെ തൊണ്ടയെങ്ങാനും നിന്ന് പോയാൽ ഞാനെന്ത് ചെയ്യും എന്നൊക്കെ ഫുള്ളിങ്ങനെ ആൾക്കാരുടെ മനസ്സിലോട്ട് ഇങ്ങനെ വിഷം ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യണം. അപ്പോൾ ഇത് കേൾക്കുന്ന ആരാണ്? ഷാനവാസ് എല്ലാം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് ഷാനവാസ് വേറെ ആരോണ്ടോ പോയിരുന്ന് പറയുന്നുണ്ടായിരുന്നു, അവനിങ്ങനെ ഒരു സെന്റിമെന്റൽ കാർഡ് ഇറക്കാൻ നോക്കുകയാണ്, അതാവുമ്പോഴത്തേക്കും പ്രേക്ഷകരുടെ മനസ്സിലോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ എന്ന്. ഈ അക്ബറൊക്കെ അത്യാവശ്യം നല്ല ക്യാഷ് ടീമുമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്, അല്ലാണ്ട് ക്യാഷ് ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല. അനു എന്ന് പറയുന്നത് വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഇപ്പം എന്തായാലും സർവൈവൽ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സർവൈവൽ ഷോയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ അനുവാണ്. കുറച്ചു കാലം മുന്നേ ഒരു 1 വീക്ക് മുന്നേ ഒക്കെ എനിക്കും ആസ് എ പേഴ്സൺ, ലൈക്ക് ഒരു വ്യൂവർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആദിലിനെ നൂറേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇത്രയും വലിയ ചതികളായിട്ടുള്ള കളികൾ കളിക്കുമെന്ന് നമ്മളും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആദിൽ ഇപ്പം അവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ ശൈത്യയുടെ കൂടെ ചേർന്നിട്ട് കുറേ ശൈത്യ കുറേ നുണകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ആയല്ലോ. അതിൻ്റെ പേരിൽ ഇപ്പോൾ പണി കിട്ടിയത് ആദിലേക്ക് തന്നെയാണ്. അത് അങ്ങനെ വരുള്ളൂ. നമ്മളെല്ലാവരും ഇപ്പം എന്തായാലും ആദിലെ നൂറേം കുറേ ഹേറ്റേഴ്സിനെ മേടിച്ചിട്ടുണ്ട്. ഇവർ വരുന്നതിന് മുന്നേ വരെ എല്ലാവർക്കും ആദിലെ ഇഷ്ടമായിരുന്നു, അതിലെ നൂറേനെ ഇഷ്ടമായിരുന്നു. പക്ഷെ നൂറയ്ക്ക് ഇച്ചിരി ഒന്ന് അഹങ്കാരം, ഒരു തലയെടുപ്പ് വന്നിട്ടുള്ള പോലെയായിട്ട് തോന്നിയിട്ടുണ്ട്. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായതാണ് കേട്ടോ. അതായത് ലാസ്റ്റ് വന്നപ്പോൾ ഫൈനൽ 5 വന്നല്ലോ, അപ്പം കഴിഞ്ഞപ്പോൾ കുറച്ചൊന്നൊരു അഹങ്കാരം വന്നിട്ടുണ്ട്. അത് അനു പറഞ്ഞത് ശരിയാണ്. അനു വന്നത് പറയാൻ കാരണം നൂറ തന്നെയാണ്. നൂറ എന്താ പറഞ്ഞു, നീ നിന്റെ PR ബലത്തിലാണല്ലോ കളിക്കുന്നത്. ഇപ്പൊ തിരിച്ചവള് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് അവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇപ്പം റിയൽ സർവൈവൽ ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തിട്ടുള്ളത് അനു തന്നെയാണ്. അത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞു. അപ്പോൾ ടാറ്റ, അടുത്തൊരു വീഡിയോ കാണാം. ബൈ.